ഗുരുവായൂരിൽ നിന്ന് കൊടകരയാണ് എൻ്റെ ലക്ഷ്യം. നേരിട്ടുള്ള സർവീസ് ഇല്ലാത്തതിനാൽ ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂർ, തൃശ്ശൂരിൽ നിന്ന് കൊടകര എന്ന രീതിയിലാണ് ഞാൻ റൂട്ട് ചാർട്ട് ചെയ്തിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നപ്പോഴാണ് ബിൻസി ബസ് തൃശ്ശൂരിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നത്. നേരെ ബസ്സിനകത്തേക്ക് നിലവിൽ ഡ്രൈവർ പോലും ബസ്സിൽ കയറിയിട്ടില്ല. ബസ്സിൽ വളരെ തിരക്ക് കുറവാണ്. 1-2 യാത്രക്കാർ മാത്രമേ ഉള്ളൂ. ഞാൻ നേരെ കയറി ഇടതുവശത്തുള്ളൊരു സീറ്റ്, സൈഡ് വ്യൂ കാണുന്ന രീതിയിലൊരു സീറ്റ് തന്നെ ഞാൻ തരപ്പെടുത്തിയെടുത്ത് തൃശ്ശൂർ ഗുരുവായൂരിനോട് യാത്ര പറഞ്ഞ് ബസ് പതുക്കെ നീങ്ങിത്തുടങ്ങി. ഞാൻ ഗുരുവായൂരിൽ കണ്ടതാണ്, വളരെ വൃത്തിയുള്ള അന്തരീക്ഷമാണ് എല്ലായിടത്തും. അതുപോലെ തന്നെ പ്രദേശങ്ങളിലേക്കുള്ള സൂചിക ബോർഡുകൾ, നെയിം ബോർഡുകൾ, ഇന്ന സ്ഥലത്തേക്ക് ഇപ്പം അതെല്ലാം വളരെ കൃത്യമായി അതാത് സ്ഥലങ്ങളിലുണ്ട്. ഗുരുവായൂരിൽ നിന്നുള്ള മേൽപ്പാലം കയറി ഗുരുവായൂരിൽ നിന്ന് പതുക്കെ തൃശ്ശൂരിലേക്ക് ബസ് നീങ്ങിത്തുടങ്ങുകയാണ്. നമുക്ക് തൃശ്ശൂരിൽ കാണാൻ കഴിയും, വളരെ മനോഹരമായ വീടുകളാണ്, അതിന് കെട്ടിട സമുച്ചയങ്ങൾ. തൃശ്ശൂർ നമ്മൾ ട്രിവാൻഡ്രത്തിൽ കാണുന്നതിനെക്കാട്ടിയും കൂടുതൽ ബിൽഡിങ്ങുകളും ഒരു സത്യത്തിൽ തലസ്ഥാനം ആവിയിട്ടുന്ന തൃശ്ശൂർ തന്നെയാണ്. അതുമാത്രമല്ല പ്രൗഢഗംഭീരമായ വീടുകൾ. ഒരു വീടിന് 20-25-30 വർഷം പഴക്കമുണ്ടെങ്കിലും പുതുമ നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. ഇത് കൂടാതെ തന്നെ വളരെ പഴക്കമുള്ള വീടുകൾ, തറവാട് വീടുകൾ ഞാനവിടെ കാണാനുണ്ടായി. അതുമാത്രമല്ല, ഞാൻ 1-2 വീടുകളിൽ കണ്ട കാര്യം, അവിടെ വീട്ടിലെ മുറ്റത്ത് ആനയുടെ പ്രതിമ, അത് ജീവനുള്ളൊരു ആനയുടെ സൈസിലുള്ള രീതിയിലുള്ള പ്രതിമകൾ. ചിലപ്പോൾ ആ വീടുകൾ പണ്ട് ആനയുള്ള തറവാടോ അല്ലെങ്കിൽ ഇപ്പോഴും ആനയുള്ള വീടുകളോ മറ്റോ ആയിരിക്കും. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ ധാരണയില്ലാതാണ് ഞാൻ കൂടുതൽ പ്രതിപാദിക്കാറുള്ളത്. പക്ഷേ പ്രൗഢഗംഭീരമായ വീടുകൾ തന്നെ പറയാൻ പറ്റും കേട്ടോ. നിങ്ങളീ കാണുന്നുണ്ടല്ലോ, ഞാൻ പറയുന്നതിലുപരി നിങ്ങളീ കാണുന്ന കാഴ്ചകൾ തന്നെയാണ്. എല്ലാ വീട്ടിലും ഒന്നിനൊന്നും മെച്ചമാണ്, അതിമനോഹരം എന്ന് തന്നെ പറയാം. മാത്രമല്ല, എനിക്ക് തോന്നിയ സംശയം, ഈ റോഡ് പോകുന്നതിന് സമീപം വയലുകൾ, ധാരാളം വയലുകളും ഉണ്ട്. അങ്ങിങ്ങായിട്ട് സാധാരണക്കാരുടെ വീട് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞതാണ്, സാധാരണ വീടുകളുമുണ്ട്. എന്നിരുന്നാൽ തന്നെ 3-ൽ 2 വീട് വളരെ വലിയ വീടുകൾ, ഗംഭീരമായ വീടുകൾ തന്നെയാണ്. തൃശ്ശൂരുകാരുടെ സാമ്പത്തിക ഭദ്രതയായിരിക്കാം നമുക്കവിടെ കാണാൻ കഴിയുന്നത്. സാമാന്യം നല്ല വേഗത്തിൽ തന്നെയാണ് ബസ് പോകുന്നത്. ഞാൻ ബസ് കണ്ടക്ടറോട് ചോദിച്ചപ്പോൾ 1 മണിക്കൂർ യാത്രയാണ് ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂരിലെത്താൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് അടുത്തത് KSRTC ബസ്സിലാണ് എനിക്ക് പോകാനുള്ള കൊടകരയിലോട്ട് യാത്ര പോകാനുള്ളത്. തൃശ്ശൂരിൽ നിന്ന് അങ്കമാലിയിലോട്ട് പോകുന്ന ഏതൊരു KSRTC ബസ്സിൽ കയറിയാലും നമുക്ക് കൊടകരയിൽ എത്താവുന്നതാണ്. ഇപ്പോൾ ബസ് അരിയന്നൂർ എന്നൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. വളരെ പഴയൊരു ബസ് സ്റ്റാൻഡാണ്, ജീർണാവസ്ഥയിലാണ് ബസ് സ്റ്റാൻഡ്. ഇവിടുത്തെ ആൾക്കാർക്ക് ബസ് സ്റ്റാൻഡിനോടൊന്നും വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. കാട് കയറിയൊക്കെ കിടക്കുകയാണ്. ഒരുപക്ഷെ എല്ലാവരും കാറും ബൈക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടറിയാം. ബസ്സിലും പൊതുവെ ആൾ കുറവായിരുന്നു. അങ്ങനെ അരിയന്നൂരും പാസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്.